ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. ഫ്രിഡ്ജും ടിവിയും സോഫ സെറ്റും ഒക്കെ ഐദ്രോസ് കൊണ്ടുപോക്കോട്ടെ, ബാക്കി പണം അന്വേഷിച്ചാൽ മതിയല്ലോ. ആ പുതിയ മനസ്സിരിക്കട്ടെ. വീട്ടിൽ നിന്ന് സാധനം പെറുക്കിക്കൊണ്ട് പോകുന്ന നാട്ടുകാർ കണ്ടാലേ ഞങ്ങൾക്ക് അതിന് നാണക്കേട്. നാട്ടുകാർ കണ്ടോട്ടേന്ന് വെക്കാം. ആ യമുന കണ്ടാലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ജീവിച്ചിരിക്കണ്ടേ? നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ അന്നേ പറഞ്ഞതാ വലിയ ആഡംബരമൊന്നും വേണ്ടാന്ന്. സമ്മതിക്കത്തില്ല. അവിടെ ഒരു പ്രസ്റ്റീജ് ഷൂസ്. നീ പറഞ്ഞതാണ് അതിന്റെ സത്യം. യമുന റാണിക്ക് വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ തൂങ്ങിച്ചാവുന്ന ഭീഷണിപ്പെടുത്തിയവളാ ഇവള്. ഇപ്പൊ അവളുടെ നിൽപ്പ് കണ്ടില്ലേ? അണ്ടി കളഞ്ഞ അണ്ണാന്റെ പോലെ. അമ്മിയിൽ അരച്ചാൽ അഭിമാനക്ഷതം. ഗ്രൈൻഡർ മേടിക്കണം. ജന്മത്തെ നീ നിന്റെ വീട്ടുകാരൻ കണ്ടിട്ടുണ്ടോ ഗ്രൈൻഡർ? ഒക്കെ വാങ്ങി കൂട്ടുന്നവരെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ നീയൊക്കെ? പെണ്ണുങ്ങളായ അങ്ങനെ പലതും പറയും. ആണുങ്ങൾ അത് കേട്ട് തുള്ളാൻ നിൽക്കുന്ന എന്തിന്? കൊണ്ടുപോയി അടക്കി. നിന്റെ കരണക്കുറ്റി ഉണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. തടയണ്ട, ഞാൻ കൊല്ലട്ടെ. കൊല്ലാൻ 5 പിള്ളേരുടെ അമ്മയായപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടാന്നായി. കൊല്ലാൻ. നിന്റെ അതെ, നമ്മൾ ഇങ്ങനെ പരസ്പരം കൊല്ലാൻ നിൽക്കണ്ട. ആ കാതർ കൂട്ടുകയറി നമ്മളെ കൊല്ലായിരിക്കാനുള്ള വഴി നോക്ക്. 3 പേരും കൂടെ നോക്കിയാ മതി. എത്രയും വേഗം പണം കൊടുത്ത് അയാളെ പറഞ്ഞു വിടാൻ നോക്ക്. എടി കുരുടി, നിന്റെ ഈ സോഡാ കുപ്പി കണ്ണടയം തല്ലി പൊട്ടിക്കും. ആ ചേട്ടാ, ഐഡിയ കിട്ടി പോയി. നമുക്ക് ഇവളമാരുടെ ആഭരണം ഊരി കൊടുക്കാം. നീ തരും. ഇനി അരിച്ചിട്ട് ബദലിക്കാൻ മതി. എന്നെ വട്ടം ചിറ്റി കളിപ്പിക്കരുത് നീ. എന്റെ മുത്തശ്ശി എനിക്ക് തന്ന കല്ലുവളയാ. ഇനി ഞാൻ തരില്ല. അറിയാടി, ഈ കല്ലുവളയുടെ പേരിൽ നിന്റെ മുത്തശ്ശി മുത്തച്ഛനെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച കഥകളൊക്കെ എനിക്കറിയാടി. ഇനി എന്റെ വംശ പരമ്പരകൾക്ക് അത് ഉണ്ടാകരുതടി. നിന്റെ കല്ല് വെച്ച നുണയേക്കാൾ വലുതല്ലടി നിന്റെ ഈ കല്ലുവള. ഊരടി അങ്ങനെ പോരട്ടെ. അതും കൂടെ എനിക്ക് വേണം. ഞാൻ തരില്ല. നീ തരും. എന്ത് ചേട്ടാ കാണിക്കാൻ? ആൾക്കാർ നിൽക്കണ കണ്ടില്ലേ ചേട്ടാ? അങ്ങനെ 5 പവന്റെ അരഞ്ഞാണ് ഒട്ടോട്ട് നീ ഞെളിയണ്ട അടി. അയ്യോ, എന്റെ അരഞ്ഞാണ് പോയി. ഓ, അവന്റെ തൊലിക്കെട്ടി. കുറച്ച് സ്വർണ്ണുണ്ട്. ഞങ്ങൾ ഇത് പണയം വെക്കാനോ വിൽക്കാനോ പോയ അച്ഛനറിയും. അതുകൊണ്ട് നിങ്ങൾ ഇത് വിറ്റെടുത്തോ. ബാക്കി എത്രയാന്ന് വെച്ചാ പണവും പലിശയും ഞങ്ങൾ അവിടെ എത്തിച്ചോളാം. ഇനി പണത്തിന് ഇങ്ങോട്ട് വരരുത്. സ്വർണം തന്ന കാര്യം ഒരിക്കലും അച്ഛൻ അറിയാനും പാടില്ല. വലിയ അഭിമാനിയാ. ഇത് നിങ്ങൾക്ക് നേരത്തെ ആകാറുന്നില്ലേ? പെണ്ണുങ്ങളുടെ കണ്ണീര് വീണ മുതലാ. കൊണ്ടുപോക്കോ. പോണ വഴിക്കൊരു സൂപ്പർ ഫാസ്റ്റ് നിയന്ത്രണം വിട്ട് വന്നാ പോരെ. ഹൈദ്രോസേ, ഫോണിന്റെ പൈസ അടച്ചില്ലെങ്കിൽ 3 പേരും അകത്താവൂന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. അകത്താകുവോ? ആ, ജയിലിൽ കിടക്കാന്ന് വെക്കാം. പക്ഷെ മുൻമന്ത്രിമാരോടൊപ്പം ഇരുന്ന് ഗോതമ്പുണ്ട കഴിക്കണല്ലോന്ന് ഓർക്കുമ്പോ ദൈവമേ, ഞാനും എന്റെ 5 പിള്ളേരും വഴിയാതോരാവോ എന്നാ തോന്നണേ. ഏതോ ഒരു ഹിന്ദി കവി പാടിയതുപോലെ മേരാ മൻ അശാന്ത് ഹേ കൗസു അശാന്ത് ഹേ. ഒരു വഴിയുണ്ട്. യമുനോട് ചോദിച്ചാ പണം കിട്ടും. പണമില്ലെങ്കിൽ യമുനോട് ചോദിക്കാനല്ലേ അമ്മാവൻ പറഞ്ഞത്. അതൊരു കളിയാക്കലാണ്. എന്നാലും നമ്മൾ ചോദിച്ചാ യമുന പണം തരുമെന്നുള്ളത് ഉറപ്പാ. കടവും വിട്ട അമ്മാവന്റെ മുമ്പിൽ തലയുയർത്തി നടക്കുകയും ചെയ്യാം. എന്താ ഐഡിയ? ഐഡിയ നന്ദേട്ടന് ഒറ്റയ്ക്ക് പോയാ മതി. ഒരു നയത്തിനൊക്കെ ചോദിച്ച കിട്ടുന്നു. മനസ്സിലായില്ലേ? ആ കൗസു മുझे ആലിംഗം കരോ. അങ്ങനെ യമുന റാണിയുമായി തനിച്ച് സംസാരിക്കാൻ ഒരു അവസരമായി. ഭാര്യമാരായ ഇങ്ങനെ വേണം. എന്റെ ഹിന്ദു മാലയും വളയും പോയവരുടെ ദുഃഖം മനസ്സിലാക്കാം. അതൊക്കെ മറ്റുള്ളവർ കാണുന്നതാണ്. നിന്റെ പൊന്നരഞ്ഞാണം ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോ അരഞ്ഞാണ് എന്തിയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അരഞ്ഞാണം വരെ കാണത്തക്ക വിധം നീ നടക്കരുത്. എന്താ വീട്ടുകാരെ നിന്റെ അരയെ തപ്പി നോക്കൂ? അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ചോദിച്ചാ യമുന റാണി 50,000-മോ 1,00,000-മോ ഒരു മടിയും കൂടെ അതെടുത്ത് തരും. അത് വേണോ? തരുമോ? തരും തരും തരും. ഞാനല്ലേ പറയണേ, തരും. ഞാൻ പോയി ചോദിക്കാം. അത് വേണ്ട. അങ്ങനെ എന്റെ ഭാര്യ ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നെ പോവാം. എന്നാ അത് മതി. എടി മണ്ടി, യമുനയെ സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഞാൻ എത്രയോ കൊതിച്ചതാ. നീയായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ, നന്ദി. എന്താ ആലോചിക്കണേ? അല്ല, നിന്നോട് യമുനയ്ക്കുള്ള അറ്റാച്ച്മെന്റ്. ആ, ഞങ്ങൾ അങ്ങനെയാ. പിന്നെ ഏട്ടനൊന്നും അറിയരുത്. രാത്രി പോയാ മതി. ദേ, യമുനയുടെ പണം വാങ്ങിയ ക്രെഡിറ്റ് നമുക്ക് തന്നെ കിട്ടണം.
ഉണ്ട്. ഇയാൾക്ക് ഉറക്കവും ഇല്ലേ? മൂന്ന്. അന്തരാസക്തേ ஹாய் என்ன நந்த சார் இந்த நேரத்துல? കുച്ച് നഹി യമുന റാണിക്ക് ഇഷ്ടപ്പെട്ട ആപ്പിൾ പസന്തേന. தேங்க் யூ. மணி என்ன தெரியுமா? ഇന്നെടുത്ത പാഠം കാണാതെ പഠിച്ചോ? அது கேட்கவா வந்தீங்க? சொல்லுங்க, வந்த விஷயம் என்ன? என்னமோ மறைக்கிறீங்க. ഒന്നുമില്ല, ഉറക്കം വരുന്നില്ല. യമുന റാണിയായിട്ട് സംസാരിച്ചിരിക്കാലോ ഒന്ന്. இவ்வளவுதானே? ஐ அம் ஆல்சோ கெட்டிங் போர்ட். வாங்க உட்காரலாம். உங்க வைஃபையும் கூட்டிட்டு வந்திருக்கலாமே. അതൊക്കെ നമുക്കൊരു ശല്യാവില്ലേ? യമുനേ, അയ്യോ, എന്റെ അനിയൻ. അവൻ എന്തിനാ ഈ നേരത്ത്? ബദ്മാഷ്, കുല്ലുകപ്പെട്ട. நீங்க இங்க வந்தது அவங்களுக்கு தெரியாதா? ഇല്ല, ഞാനിപ്പോ ഇവിടെ നിക്കണത് അവൻ കണ്ട പ്രശ്ന. அதனால என்ன? വേണ്ട, അവൻ അറിയണ്ട. ഞാൻ ഈ സോഫയുടെ പിന്നിൽ ഒളിച്ചോളാം. അവനെ പെട്ടെന്ന് ഒഴിവാക്കിയാ മതി പ്ലീസ്. വായി നോക്കിയാണേ. ഹലോ യമുന റാണി. ஹலோ கோபன் சார், நீங்களும் ஏதாவது gift கொண்டு வந்திருக்கீங்களா? എന്ന് വെച്ചാ വേറെ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നാച്ചാ? என்னோட ஒரு ஃபேன் இப்பதான் ஆப்பிள் கொண்டு வந்து கொடுத்திருக்காரு. ഓ യമുന റാണി, ഇതുപോലെ അണ്ടനും അടകൊണ്ടനും കൊണ്ടുവരുന്നു എന്ന് വാങ്ങിക്കരുത്. യമുന റാണി ഒരു ലോല ഹൃദയാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരം ശ്രീകൃഷ്ണമൂർത്തിയാർക്കില്ല. உங்க பெரிய அண்ணன் கொண்டு வந்தா? അവൻ അണ്ണനാ. പൊണ്ണൻ എന്ന് പറയുന്നതാവും ശരി, വെറുതെ ചാപ്പാട്. ചക്കപ്പഴത്തിൽ ഈച്ച പൊതിഞ്ഞ മാതിരി. അവരൊന്നും യമുന റാണി അടുപ്പിക്കരുത്. ஆமா, நீங்க என்ன கொண்டு வந்திருக்கீங்க? യമുന റാണിയുടെ സൗന്ദര്യം ഇതുപോലെ എന്നെന്നും നിലനിർത്താൻ, 17ന്റെ സൗന്ദര്യം പൂത്തുലയാൻ ഞങ്ങളുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് മേനി മിനുസ കസ്തൂരി. ஆமா, இது என்ன விலை? വിലയോ? ഇതുപോലൊരു ചിരി മതിയല്ലോ. അയ്യോ മതി, ഇപ്പൊ തന്നെ 10 ബോട്ടിലിന്റെ വിലയായി. உங்க சின்ன அண்ணன் வந்துட்டாரு. മറ്റൊരു പൊണ്ണൻ ഉണ്ട കണ്ണൻ. യമുന റാണി ഇനി ഇവിടെ നിന്ന പ്രശ്നമാവും. ஏதாவது சோஃபா பின்னாடி ஒளிஞ்சுக்கங்க. இந்த சோஃபா. കസ്തൂരി. ഹലോ റാണി. ഹലോ മിസ്റ്റർ കൃഷ്ണകുമാർ. ദാ, താങ്ക്സ്. ഈ നേരത്തെ എന്താ വന്നതെന്നായിരിക്കും. യമുന റാണി ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ? ആക്ടിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് കരുതി. ஆமா, நீங்க இங்க வந்தது உங்க மனைவிக்கு தெரிஞ்சா? ഒന്നുമില്ല. உங்க பிரதர்ஸ்? ബ്രദേഴ്സ്, ബെഗേഴ്സ്. കലാഹൃദയമില്ലാത്ത ഇഡിയറ്റ്സ്. ഒരുത്തർ ഹിന്ദി വാദ്യർ, മറ്റൊരുത്തർ മെഡിക്കൽ റപ്പ്. 2 പോത്തന്മാർ ഇപ്പൊ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. உங்க அப்பா? അച്ഛനാ എവിടെ? അയ്യോ വിടല്ലേ. അയ്യേ. ദേ, അതെ, ഞാൻ കാറ്റുകൊള്ളായിരുന്നതാ. മുത്തശ്ശന് എന്ത് പറ്റി മുത്തശ്ശ? ഒന്ന് പറയട്ടെ, യമുന റാണിയുടെ മാമി സന്താനവല്ലി വരുന്നെന്ന് കേട്ടു. എന്നാ അവരെ ഒന്ന് കണ്ട് ഈ റോസാപ്പൂ ഒന്ന് കൊടുക്കാന്ന് കരുതി ഞാൻ ഈ തൂട് വഴി കേറിയപ്പോഴാ അടിവയറ്റില് ഗുർമൻ പ്രശ്നം ഉണ്ടാക്കിയത്. പിടി വിട്ടുപോയടേ.